എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യു ആർ വാച്ചിങ് ഗെയിമിംഗ് ഗൈസ്. മുത്തുണി എന്നാ പറയാൻ ഗൈസ്, 2025 പറയാം, കുറച്ച് ദിവസവും കൂടെ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസും കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും വലുതായിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. എന്തോ പറയാൻ ഗൈസ്, അവസ്ഥകൾ കാര്യങ്ങൾ പോകുന്ന പോക്കെ ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. അങ്ങനെ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിക്കാൻ പോകുന്ന സാധനമാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ഡിസേർട്ട് ടോക്കൺ. ഈ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയതായിട്ട് ഉടനെ തന്നെ വരാൻ പോകുന്ന ഒരു ഇവൻറ്റിൻ്റെ ഭാഗമാണ് ഗൈസ്. ഈ ടോക്കൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഗൈസ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഗൈസ്. ഇത് നമ്മുടെ ഫസ്റ്റ് മെയിൽ ബണ്ടിൽ ഗൈസ്. സത്യം പറഞ്ഞാൽ ഇതിനെ കൊള്ളാം, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഗൈസ്. നമ്മുടെ ഈ ഡിസേർട്ട് ടോക്കൺ ഉപയോഗിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്നത് പറയുന്നത് ഗൈസ്, അത്യാവശ്യം ഇത് കറക്റ്റ് പറഞ്ഞാൽ ഇതിനൊരു ഒറ്റ ടീമേ ഉള്ളൂ, ബ്ലൂ റോസിൻ്റെ ഒരു ടീമിലാണ് ഗൈസ്. നമ്മളെ ഒരു ഗൈസ് ഒരു എന്നാ പറയുക, ഒരു ലൈറ്റ്നിങ്ങിൻ്റെ ഒരു കളറിൽ, അതായത് ഒരു ഡിമിനലിൻ്റെ കളറിൽ വരുന്ന ഒരു ബ്ലൂ റോസാപ്പൂവിൻ്റെ തീമിലാണ് ഗൈസ് നമുക്ക് ഈ വരുന്ന സാധനങ്ങളെല്ലാം. നമ്മൾ ഫീമെയിൽ ബെഡ് നിങ്ങൾ കണ്ട്, നമ്മൾ ലൂട്ട് ബോക്സ് കണ്ട് കാണണ്ട ഗൈസ്, ബാഗ് ഇതെല്ലാം. ഇതിൽ എവിടെ നോക്കിയാൽ നമുക്ക് കട്ടാനയുടെ സ്കിന്നുണ്ട്, ഇമോട്ടുണ്ട് ഗൈസ്. ഇമോട്ടൊക്കെ മാരക ഇമോട്ട് ഗൈസ്, സത്യം പറഞ്ഞല്ല മാരക ഇമോട്ട്, ഒന്നും പറയാനില്ല, കിടിലം ഗൈസ്. ഇതിൽ നമ്മുടെ കട്ടാനയുടെ സ്കിന്ന് എല്ലാം ഗൈസ്, എല്ലാത്തിനും ബ്ലൂ റോസിൻ്റെ തീമാണ് ഗൈസ്. അതിൽ വേറെ ഒന്നും പറയാനില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ ഇവൻറ്റ് നല്ല കിഡിൽ ഇവൻറ്റ് ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ കൺഫേം ഡേറ്റ് നമുക്ക് ഇതുവരെ കിട്ടിയില്ല ഗൈസ്. ഇതിൻ്റെ കൺഫേം ഡേറ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഉടനെ പറയണതായിരിക്കും ഗൈസ്. അപ്പോൾ ഈ സാധനം, അതായത് നമ്മുടെ ഈ ഇവൻറ്റ് വന്നിട്ട് നമ്മളെ ഫ്രീ ഫയറിൽ ഉടനെ തന്നെ കാണാൻ പറ്റും ഗൈസ്. ഗ്രനേഡ് എന്നെ പൊട്ടുമ്പോഴത്തേക്ക് കണ്ട ഗൈസ്. അതുപോലെ നമ്മുടെ ഇമോട്ട് ഗൈസ്, നിങ്ങൾക്ക് ആർക്ക് പ്രേമമുണ്ടാ, നിങ്ങളിൽ ആർക്കടാ പ്രേമമുള്ളത്? പ്രേമമുണ്ടെങ്കിൽ ഗൈസ് ഈ ഇമോട്ട് എടുത്തോ. എൻ്റെ പൊന്നേടാ, കിടില ഇമോട്ട്, വിജയ ഇമോട്ടറാ. നീയൊക്കെ ആരെ സ്നേഹിക്കുന്ന അവളെയും വെച്ച് നാണ്ട ആ സോഫയിലിരുന്ന് കറങ്ങും ഗൈസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട? എങ്ങനെയുണ്ട് ഈ സാധനം? കിടിലല്ലേ? കൊള്ളാം, എന്താ പേര്? പേരൊക്കെ നോണ്ടാ താഴെ എഴുതി വെച്ചിട്ടുണ്ടാ. അത് മൊത്തമല്ല ഇത് രണ്ടാമത്തത് ഗൈസ്. ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഇത് ലവിൻ്റെ റോസാപ്പൂക്കെ പിച്ച് കളഞ്ഞിട്ട് അവസാനം ലവ് ഹാർട്ട് അങ്ങ് ബ്രേക്ക് ആവും ഗൈസ്. ഇതും കൊള്ളാം ഗൈസ്, ഇത് കിടിലം ഗൈസ്, ഒന്നും പറയാനില്ല. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ? പിന്നല്ലാണ്ട് ഇറങ്ങാതെ പിന്നെ ഗൈസ്. സത്യം പറഞ്ഞാൽ ഗൈസ്, നമ്മൾ ഓരോ വർഷം കടന്നു പോണ സമയത്ത് തന്നെ നമ്മൾ ഈ 2023 സമയത്ത് പറഞ്ഞ് അടുത്ത വർഷമായിരുന്നെങ്കിൽ 24 പറഞ്ഞു അടുത്ത വർഷം ഗൈസ്. ഇപ്പോൾ 25 ആയി ഗൈസ്. നമ്മളെ കഷ്ടകാലം മാത്രം മാറില്ല, ബാക്കിയെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ലോകമൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് മാത്രമല്ല, നിങ്ങൾ വരെ ഫ്രീ ഫയറിൽ നമ്മളെ പുതിയ സാധനം കണ്ടാണ് ഗൈസ്. നമ്മൾ നറൂട്ടോ കൊളാബറേഷൻ ഒരു സംഭവം, അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഗൈസ്. നമ്മൾ നറൂട്ടോ തീമിൽ വരാമെന്ന് M4 കിട്ടില്ല ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇമോട്ടും ഗൈസ്, സത്യം പറയില്ല, ഇത് ഒരു സ്റ്റണ്ണിങ് ഇമോട്ടായിരിക്കും ഗൈസ്. സത്യം പറയില്ല, മാരക ഇമോട്ടായിരിക്കും. ഇത് രണ്ട് മാരക സാധനങ്ങളായിരിക്കും ഗൈസ്. ഈ M4A1 ആയാലും ഇമോട്ട് സത്യം പറയില്ല ഗൈസ്. ഈ 2025 ബന്ധപ്പെട്ടിട്ട്, ന്യൂ ഇയർ ബന്ധപ്പെട്ടിട്ട്, നമ്മുടെ വിൻ്റർ ബന്ധപ്പെട്ടിട്ട്, ഇതെല്ലാം ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ നറൂട്ടോ തീം ബന്ധപ്പെട്ടിട്ടായാൽ പോലും ഇതിൽ വരുന്ന സാധനങ്ങളെല്ലാം ഗൈസ് സത്യം പറഞ്ഞാൽ വെറും മാരക സാധനങ്ങളാണ് ഗൈസ്. നിങ്ങളുടെ അടുത്ത് എല്ലാവരോടും എനിക്ക് ഈ വീഡിയോ കാര്യങ്ങളെല്ലാം എത്തിക്കണം എന്നുള്ളത് കൊണ്ടും, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ കൂടെ അറിയണം എന്നുള്ളത് കൊണ്ടുമാണ് ഗൈസ്. ഇതിൻ്റെ ഒന്നും കറക്റ്റ് ഡേറ്റ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡേറ്റ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് കുറേ വൗച്ചർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. നമ്മുടെ റോയൽ വൗച്ചർ ഗൈസ്. ഇതിൻ്റെ ഗുണം ഗൈസ്, നമുക്ക് വരാൻ പോകുന്ന, അതായത് 2025 ഭാഗമായിട്ടുള്ള കുറേ, നമുക്ക് 2025 പുതിയതായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, കുറേ ഇവൻറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഇൻക്യുബേറ്റർ പരമായിട്ടുള്ള സംഭവങ്ങളായാൽ പോലും, അല്ലാതെ അതിൻ്റെ അകത്തുള്ള നമുക്ക് പൊതുവേ നമുക്ക് ഓരോ വൗച്ചർ കാര്യങ്ങളൊക്കെ കിട്ടുന്ന നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. അതുപോലെ നമുക്ക് അതേ തീം ബേസ് ചെയ്തിട്ട് നമുക്ക് വേറെ, അതായത് നമുക്ക് സാധാരണ കൊണ്ടുവരുന്ന ഒരു ഇവൻറ്റിനേക്കാളും അത് മാറിയിട്ട് വേറെ രീതിക്ക് ഒരു വൗച്ചർ കൊണ്ടുവന്ന് അതിലൂടെ നമുക്ക് കുറേ സാധനങ്ങൾ തരാനുള്ള സംഭവമാണ് ഗൈസ് ഇത്. നമുക്ക് ഇതിൽ 1-2 വൗച്ചറൊന്നും നമുക്ക് വരാൻ ചാൻസ് ഇല്ല ഗൈസ്. അതൊന്നും ഇന്ത്യൻ സർവറിൽ ഇറങ്ങാൻ ചാൻസ് ഇല്ല, നമ്മുടെ സർവറിൽ ഇറങ്ങാൻ ചാൻസ് ഞാൻ കാണുന്നില്ല ഗൈസ്. എന്നാലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇറങ്ങിയാൽ ഊട്ടി, ഇറങ്ങിയില്ലേ ചട്ടി, അത്രയേ ഉള്ളൂ ഗൈസ്. വന്ന് അതായത് കിട്ടി പോയാൽ പോയി, അങ്ങനെ കണക്ക് കൂട്ടുക ഗൈസ്. എന്തായാലും എന്ത് വന്നാലും അതായത് നമ്മുടെ ഈ വൗച്ചർ പരമായിട്ടുള്ള സാധനങ്ങളെല്ലാം സൂപ്പറായിരിക്കും ഗൈസ്. നമുക്ക് പിന്നെ അല്ലാതെ ഈ സ്നേക്ക് വൗച്ചർ നമുക്ക് വരാൻ ചാൻസ് ഇല്ല ഗൈസ്. മാത്രമല്ല അതിൻ്റെ ഒരു ഇതാണ് ഗൈസ്, വെക്ടർ നമ്മൾ സ്നാക്ക് തീമില്ല, അല്ലാതെ സ്നേക്ക് തീമിൽ വെക്ടർ മാത്രമല്ല നമുക്ക് വരാൻ പോകുന്നത്, വേറെയും വരാൻ പോകുന്നുണ്ട് ഗൈസ്. ഈ വെക്ടർ സത്യം പറഞ്ഞാൽ സൂപ്പർ സാധനം ഗൈസ്. വെക്ടർ നമുക്ക് വരും കാര്യം. സർവറിൽ പുതിയ ഗൺ സ്കിൻ ഇറങ്ങിയാൽ എന്ത് വന്നാലും അത് നമുക്ക് വരും ഗൈസ്. സമയത്തല്ല ഈ ഗ്ലോവാനുള്ള സ്കിന്. അത് മാത്രമല്ല ഗൈസ്, ഇതിൽ എന്നാ പറയുക, ഇതിൽ അവസാനത്തിൽ ഞാൻ ഈ കാണിക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക്, ഞാൻ വീണ്ടും പറയുന്നത് ഗൈസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്ത ഇവൻറ്റിൽ വരണം എന്നില്ല. എല്ലാ വൗച്ചറും നമുക്ക് അടുത്ത ഇവൻറ്റിൽ വരണം എന്നില്ല ഗൈസ്. ഇതൊക്കെ ഒരു എന്നാ പറയുക, ഒരു വിശ്വാസം.
സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. അതെ ഗൈസ്, നിങ്ങൾ ആരും പറ്റില്ലെന്ന് പറയരുത്. ഒന്നിലും ഞാൻ പാവൂലിടാം. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് മാക്സിമം ഇത്രയൊക്കെ എന്തെങ്കിലും ഞാൻ ചെയ്തു തരുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരാമെന്നുള്ള ഗൈസ് നിങ്ങളെല്ലാം ചിന്തിക്കുമ്പോൾ ഞാനും വലിയ പണക്കാരനൊന്നല്ല, സാധാരണക്കാരനാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത് ചെയ്ത് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ ഒന്നിതാകണം എന്ന് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഗൈസ്. അത് മാത്രമല്ല നമുക്കൊരു മിസ്റ്ററി ഷോപ്പ് വരുന്നുണ്ട് ഗൈസ്. നമുക്കൊരു മിസ്റ്ററി ഷോപ്പ്. അതിലൂടെ ഗൈസ് ഇതിൽ ഞാനിപ്പോൾ പറയും, ഈ മിസ്റ്ററി ഷോപ്പിൽ ഈ കാണിക്കുന്ന എല്ലാ സാധനങ്ങളും മിസ്റ്ററി ഷോപ്പിൽ ഈ സാധനം തന്നെ ഉണ്ടാവും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഈ സാധനം ആയിരിക്കില്ല നമ്മുടെ മിസ്റ്ററി ഷോപ്പിൽ വരുന്നത്. നമുക്ക് മിസ്റ്ററി ഷോപ്പിൽ വരാൻ പോകുന്ന സാധനങ്ങൾ വേറെ ആയിരിക്കും ഗൈസ്. ഉടനെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിൽ ഒരു മിസ്റ്ററി ഷോപ്പ് ഇവന്റ് കാണുമെന്നും അതിലൂടെ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുമെന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ഇടുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞതിൻ്റെ മോറൽ എന്നാന്ന് വെച്ചാൽ ഗൈസ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ ഫയറിൽ ഉടനെ തന്നെ മിസ്റ്ററി ഷോപ്പ് വരും. പിന്നെ അതിലൂടെ സാധനങ്ങൾ കിട്ടാതിരിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ലക്കാണ് ഗൈസ്. നമ്മുടെ ലക്ക് അനുസരിച്ചേ ഇരിക്കുകയുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് കൂടുതലിട്ട് നമുക്ക് ഡയമണ്ട് കുറച്ച് കൊടുത്താൽ മതി. ലക്കില്ലെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് കുറവായിരിക്കും, നമ്മൾ ഡയമണ്ട് വാരിക്കോരി കൊടുക്കണം, സാധനങ്ങളും കിട്ടൂല ഗൈസ്. അങ്ങനത്തെ അവസ്ഥയായിരിക്കും. അപ്പോൾ ഈ മിസ്റ്ററി ഷോപ്പിൽ ഞാൻ ഇപ്പോൾ കാണിച്ച സാധനങ്ങളൊന്നും ആയിരിക്കത്തില്ല നമുക്ക് യഥാർത്ഥ മിസ്റ്ററി ഷോപ്പിൽ വരാൻ പോകുന്നത് ഗൈസ്. അതിലുള്ള സാധനങ്ങളൊക്കെ വേറെ ആയിരിക്കും. ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒരു ഇവന്റ് ഉടനെ തന്നെ കാണുമെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ചേർത്തു എന്നതേ ഉള്ളൂ ഗൈസ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. അതല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഞാൻ ഈ സാധനങ്ങൾ ഈ കാര്യങ്ങൾ ഈ ഇവന്റ് വരാൻ പോകുന്ന ഇവന്റ് എല്ലാം നിങ്ങളെയും കൂടെ അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഗൈസ്. മാത്രമല്ല ഈ വരാൻ പോകുന്ന 2025 വർഷം ഗൈസ് അതെല്ലാവർക്കും വളരെ നല്ലൊരു വർഷം തീരട്ടെ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാം ഗൈസ്. മാത്രമല്ല വരാൻ പോകുന്ന ക്രിസ്മസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസിന് അഡ്വാൻസ് ഗൈസ്. എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുക ഗൈസ്. ഇത് നമ്മൾ എന്തായാലും ഗൈസ് ഇതിനേക്കാളും നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും കാണും ഗൈസ്. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ ഗൈസ്. എല്ലാവരും അനുസരിക്കുന്നതാണ് എന്നെ കേൾക്കാം. ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം.